ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ, കോളിഫ്ലവർ ബജ്ജി. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇത്. ഒരു കോളിഫ്ലവർ കേട്ടോ, അത് അടർത്തി മാറ്റി വെച്ച് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക കേട്ടോ, ഉപ്പിട്ടിട്ട്. ഇനി ഒരു മിക്സി എടുത്ത് അതിൽ ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ നല്ല ഫൈനായിട്ട് അരക്കുക കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മൂന്നും കൂടി എടുത്തിട്ട് ഒരു പാത്രത്തിൽ വയ്ക്കുക. വെള്ളം ചൂടാകുമ്പോൾ ഈ അടർത്തി വെച്ച കോളിഫ്ലവർ ഈ ഉപ്പ് വെള്ളത്തിലേക്ക് ഇടുക കേട്ടോ. ഈ ഉപ്പിട്ട വെള്ളത്തിൽ വെക്കുന്നത് കൊണ്ട് നമ്മൾ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് വേവും ചെയ്യും. പിന്നെ അതിൽ വല്ല പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തും പോവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ. കൂടുതൽ നേരം വെക്കരുതേ, പിന്നെ കോളിഫ്ലവർ വെന്ത് കുഴഞ്ഞു പോകും. ആ സമയത്ത് നമുക്കൊരു ബൗളിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെടുക്കുക കേട്ടോ. ബജ്ജിക്കൊക്കെ ടേസ്റ്റ് വരുന്നത് പിന്നെ കായപ്പൊടിയും കൂടി ചേർക്കണേ. പിന്നെ നമ്മൾ കടലപ്പൊടി നന്നായി അരിക്കുക കേട്ടോ, കട്ടയൊന്നുമില്ലാതെ അരിച്ചെടുക്കുക. കുറച്ച് അരിപ്പൊടി എടുക്കുക, ബാക്കി കുറച്ച് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ കോളിഫ്ലവർ ഉള്ളത് ആ ഒരു കണക്കനുസരിച്ച് നമ്മൾ കടലമാവ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പൊടികളൊക്കെ നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ചട്ടി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഓയിലുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ പാം ഓയിൽ ഉപയോഗിക്കരുത് കേട്ടോ. പാം ഓയിൽ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. നമ്മൾ 2-3 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് ഊറ്റി ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പം എണ്ണ നന്നായി ചൂടായാൽ ആ ചൂടായ എണ്ണയിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് പിന്നെ ഈ പൊടികളില്ലേ അതിലേക്ക് ഒഴിച്ചു കേട്ടോ. അങ്ങനെ ഒഴിക്കുന്നത് കാരണം കൂടുതൽ എണ്ണ കുടിക്കില്ല എന്നാണ്. അങ്ങനെ ഈ പൊടികൾ നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിനിടയിൽ നമ്മൾ ഉള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ അരച്ചിരുന്നില്ല, ആ അരപ്പെടുത്തിട്ട് ഈ മിശ്രിതത്തിലേക്ക് ഇടുക കേട്ടോ. കടലപ്പൊടിയും പിന്നെ മുളക്, മഞ്ഞൾ ഒക്കെ ഉള്ള കായപ്പൊടിയൊക്കെ ഉള്ള ഈ മിശ്രിതത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ കോളിഫ്ലവർ എടുത്തിട്ട് അതിൽ നന്നായി ഡിപ്പ് ചെയ്യുക. കുറച്ചുകൂടി ഇത് ലൂസാവണേ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ, അധികം അവരുടെ ഡിപ്പ് ചെയ്തിട്ട് ഓരോന്നായിട്ട് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇടുക. ചൂടുവെള്ളത്തിൽ നമ്മൾ കോളിഫ്ലവർ ഇടുമ്പോൾ നന്നായി വെന്ത് പോയാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അതൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അത് നന്നായി ശ്രദ്ധിക്കണം. പിന്നെ കോളിഫ്ലവർ മുറിക്കുമ്പോൾ അതിൻ്റെ തണ്ടോട് കൂടി എടുക്കണം കേട്ടോ. അപ്പോഴാണ് കാണാനും നല്ല ഭംഗിയുണ്ടാവുക. നമുക്ക് പിടിച്ചിങ്ങനെ കടിക്കാനും ഒക്കെ നല്ലൊരു ഇത് കിട്ടും കേട്ടോ. അപ്പം മാക്സിമം തണ്ടോട് കൂടിയുള്ള കോളിഫ്ലവർ അങ്ങനെ ചെയ്തെടുക്കണം. പിന്നെ ഓയിൽ ഒരുപാട് എടുത്തിട്ട് ഇടരുത്, ഒരു 3-4 എണ്ണ ഇട്ടിട്ട് നന്നായി മൊരിച്ചെടുക്കുക കേട്ടോ. മൊരിഞ്ഞെന്നുള്ളൊരു നല്ലൊരു പാകത്തിന് എടുത്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയും അപ്പോൾ ടേസ്റ്റൊക്കെ മാറും. അങ്ങനെ നമ്മളെ കോളിഫ്ലവർ ബജ്ജി ഏകദേശം എല്ലാം വറുത്ത് പൊരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട്? എന്ത് തോന്നുന്നു? സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സോസിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല, വേണ്ടവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.